എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ ഈ കോളിഫ്ലവർ വെച്ച് കുറേ ചൈനീസ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതായത് ഗോബി മഞ്ചൂരിയൻ, ചില്ലി ഗോബി, പിന്നെ കോളിഫ്ലവർ ഫ്രൈ, പിന്നെന്താ അങ്ങനെ ഗോബി 65, ഇതിലൊക്കെ സോസൊക്കെ ഒഴിച്ചിട്ടാണ് വയ്ക്കുന്നത്. ഞാൻ ഈ കോളിഫ്ലവർ വെച്ചിട്ട് ഒരു തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ലഞ്ചിനുള്ള ഒരു സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കുക തോരൻ. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതായത് മെയിൻ ഇതെന്ന് പറയുന്നത് കോളിഫ്ലവർ തന്നെ. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് വേണം, പച്ചമുളക് വേണം, പിന്നെന്താ ചെറിയ ഉള്ളി, സവാള, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഞാൻ ഗരം മസാലയോ മല്ലിപ്പൊടിയോ ചേർക്കുന്നില്ല. അത് ചേർക്കാതെ വയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കോളിഫ്ലവർ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് വരും. ഇവിടെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, വെളുത്തുള്ളിയുടെ ഒരല്ലി വലുത് അതും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കോളിഫ്ലവറിൻ്റെ ഫ്ലോററ്റ്സ് ഒക്കെ അടർത്തിയെടുത്ത് അത് മഞ്ഞളും ഉപ്പും ഒക്കെ ഉള്ള വെള്ളത്തിൽ, തിളച്ച വെള്ളത്തിലിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കോളിഫ്ലവറിൻ്റെ ഫ്ലോററ്റ്സ് ഒക്കെ എടുത്ത് ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു അരപ്പ് റെഡിയാക്കി വെക്കണം. അതിനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതുകൂടാതെ എരിവിന് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഇതിവിടെ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തു. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഓയിൽ, ഞാനൊരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇത് ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിരുന്നത്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തു. ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. പെട്ടെന്ന് സവാള ഒന്ന് വാടി വരാനായിട്ട് നല്ലതാണ്. രണ്ട് വറ്റൽമുളക് കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. സവാള നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം.
ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോളിഫ്ലവറിൻ്റെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഹാഫ് കുക്ക്ഡ് ആണ്, തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിനി അധികം വേവാനൊന്നുമില്ല, ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം, അതായത് തേങ്ങ ചതച്ച മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ഇത് കഴുകി ഒന്ന് ഒഴിച്ചു. അത്രയും വെള്ളം മാത്രം മതി ഇത് നല്ല പോലെ കുക്കായി കിട്ടാനായിട്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇനിയും ചേർക്കണമെങ്കിൽ അല്പം ഇട്ട് കൊടുക്കാം. ഉപ്പുണ്ട്, പക്ഷെ ഒരല്പം കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കോളിഫ്ലവർ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉപ്പൊക്കെ ഞാൻ നോക്കി പാകത്തിനാണ്, ആവശ്യത്തിന് എരിവും ഒക്കെ ഉണ്ട്. ഒന്നിളക്കിയിട്ടിട്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കെടുത്ത് സെർവ് ചെയ്യാം. നമ്മൾ കോളിഫ്ലവർ തോരൻ വെച്ചത് കണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും. അതുപോലെ തന്നെ കോളിഫ്ലവർ കിട്ടുമ്പോൾ നമ്മൾ ഈ ചില്ലി ഗോപിയും ഗോബി മഞ്ചൂരിയനും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ തോരൻ നമ്മുടെ ചോറിന് ഏറ്റവും ബെസ്റ്റാണ് ഒരു സൈഡ് ഡിഷ്. മറ്റുള്ള തോരൻ വെക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരുപടി മുകളിലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ എത്തിക്കണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.